നല്ലതായിട്ട് പഴുത്ത തൊലിയൊക്കെ കറുത്ത് ഏത്തപ്പഴം കളയാതെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ, സൂപ്പറാണ് കേട്ടോ. ആദ്യം നമുക്ക് ഈ അടയ്ക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്ഥലോട്ട് വെച്ച് കൊടുത്ത് ഇതിലോട്ട് നമ്മൾ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3/4 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ച് അരിച്ചെടുത്താണിത് കേട്ടോ. ഇപ്പോൾ ഈ ശർക്കരപ്പാനി നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണ്. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 3/4 കപ്പ് അവലാണ് ചേർത്തിരിക്കുന്നത്. അവലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിക്കുക, ഇതിലെ വെള്ളമയെല്ലാം മാറിയിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത 3 ഏത്തപ്പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ളി ഉപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ റവയും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ അടയ്ക്ക് ഒട്ടലും ഉണ്ടാകത്തില്ല. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നോക്കി നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഈ കൺസിസ്റ്റൻസി ഇരിക്കണം കേട്ടോ. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ. ഇത് നമുക്കുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. മിക്സിയുടെ ജാറിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇലയിലോട്ട് ഒഴിച്ച് കൊടുത്തൊന്ന് പരത്തിയെടുക്കാം. വാഴയില വയറ്റിയെടുത്ത് അതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് പരത്തണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മടക്കിയെടുക്കണം. ആദ്യം ഇതേ രീതിയിലൊന്ന് മടക്കണേ. എന്നിട്ട് ഇതിൻ്റെ സൈഡൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പേഴ്സിൻ്റെ ആകൃതിയിലൊന്ന് ആക്കിയെടുക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മാവൊന്നും ഒട്ടും വെളിയിലോട്ട് പോകത്തുമില്ല. ഇതുപോലെ നല്ലൊരു ഷേപ്പിലും കിട്ടും. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. ഇനി ഇത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് 20 മിനിറ്റ് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അടയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ അടയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.